ഹായ് ഹലോ നമസ്കാരം. GS വ്ലോഗ് പാറശാല വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ അല്ലേ? ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഭയങ്കരമായിട്ടൊരു സംഭവം തന്നെയാണ് കേട്ടോ. നമ്മുടെ വിജയാണെങ്കിൽ തമിഴ്നാട് ഭരണമേറ്റതോടെ കേരളത്തിലെ ഭരണം പോയെന്ന് തോന്നുന്നു. എന്തായാലും ഒരുപാട് കൊച്ചു കൊച്ചു കുട്ടികൾക്കുള്ള ഒരു പ്രശ്നത്തെക്കുറിച്ച് ചൊല്ലിയാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ആ ഒരു വീഡിയോ ആദ്യം കണ്ടു കഴിയുമ്പോഴേ നിങ്ങൾക്ക് അത് എന്താണെന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ വീഡിയോ കണ്ടിട്ട് വന്നാലോ. കേരളത്തിലും തമിഴ്നാട്ടിലും ഒരുമിച്ചാണ് ഭരണം മാറിയതും പുതിയ പൂക്കി മുഖ്യമന്ത്രിമാർ വന്നതും. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, പിണറായി സർക്കാരിന്റെ കാലത്ത് നമ്മുടെ സ്കൂളുകളിലെ ഉച്ചഭക്ഷണ മെനുവിൽ ബിരിയാണി ഇടം പിടിച്ചത്. ആ ഇടം പിടിക്കാൻ കാരണക്കാരനായ ആ കുഞ്ഞിനെയും ഒരുപക്ഷെ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. എവിടെ? അംഗനവാടിയിൽ എന്തോ വേണ്ട കേട്ടോ, നമുക്ക് പരാതി അറിയിക്കാം കേട്ടോ. എന്തായാലും ശംഖുവിന്റെ ഈ ബിർനാണി ആവശ്യത്തെ തുടർന്ന് സ്കൂൾ മെനു പരിഷ്കരിച്ചിരുന്നു. ആഴ്ചയിൽ ഒരു ദിവസം വെജിറ്റബിൾ ഫ്രൈഡ് റൈസ്, ലെമൺ റൈസ്, വെജ് ബിരിയാണി തുടങ്ങിയ വിഭവങ്ങളും മെനുവിൽ ഉൾപ്പെടുത്തിയിരുന്നു LDF സർക്കാർ. LDF സർക്കാർ നടപ്പിലാക്കിയ മെനുവിൽ നിന്ന് UDF സർക്കാർ പിന്മാറുകയാണ്. അതായത് നമ്മുടെ സ്കൂളുകളിൽ ഇനി ചിലപ്പോൾ ബിരിയാണി കിട്ടുമെന്ന ആ പ്രതീക്ഷയുണ്ടല്ലോ, അത് വേണ്ട. വിഭവസമൃദ്ധമായ മെനു UDF സർക്കാർ അങ്ങ് വെട്ടിച്ചുരുക്കുകയാണ്. ഉച്ചഭക്ഷണത്തിൽ ചോറും 2 കറികളും ഉൾപ്പെടുത്തുമെന്നാണ് പുതിയ മാർഗരേഖ. പുതിയ സർക്കുലറിൽ സാമ്പിൾ മെനുവായി 10 വിഭവങ്ങളുണ്ട്. ചോറിനൊപ്പം കാബേജ് തോരൻ, സാമ്പാർ, ചീരത്തോരൻ, പരിപ്പ് കറി, ചെറുപയർ തോരൻ, കോവയ്ക്ക തോരൻ, ഇവയാണ് മെനു. ഇനി എന്താണ് ബിരിയാണി വെട്ടാൻ കാരണം? പൈസയില്ല, അതാണ് കാരണം. 5ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ദിവസം 6 രൂപ 19 പൈസയും 6 മുതൽ 8 വരെ ക്ലാസ്സിലുള്ളവർക്ക് 9 രൂപ 29 പൈസയുമാണ് അനുവദിച്ചിരിക്കുന്നത്. സാധനങ്ങളുടെ വില കൂടി. ഇത് കാരണം ഈ തുകയ്ക്ക് ചോറും കറിയും പോലും ശരിക്കും നൽകാൻ കഴിയില്ല. ഇനി അടുത്ത പൂക്കി സർക്കാർ വന്ന സംസ്ഥാനം അത് തമിഴ്നാടാണ്. നമുക്ക് അവിടേക്കൊന്ന് പോയി വരാം. ഇവിടെ വെജ് ബിരിയാണി വെട്ടുമ്പോൾ അവിടെ ഇളയ ദളപതി ചിക്കൻ ബിരിയാണി കൊടുക്കുന്നതാണ് ആലോചിക്കുന്നത്. അതായത് ചെന്നൈയിലെ സ്കൂളുകളിൽ ഇനി ചിക്കൻ ബിരിയാണി ഉണ്ടാകും ഉച്ചഭക്ഷണത്തിന്. ഇത് പറഞ്ഞത് മറ്റാരുമല്ല, തമിഴ്നാട്ടിലെ വിദ്യാഭ്യാസ മന്ത്രിയായ A. രാജ്മോഹൻ തന്നെയാണ്. ജോസഫ് C. വിജയുടെ ഒപ്പ് മാത്രം മതി ഇനി അത് യാഥാർത്ഥ്യമാകാൻ. ആഴ്ചയിൽ ഒരിക്കലായിരിക്കും ഉച്ചഭക്ഷണത്തിന് ചിക്കൻ ബിരിയാണി ഉണ്ടാവുക. അത് മാത്രമല്ല, നിലവിൽ സൗജന്യമായി നൽകുന്ന പ്രഭാത ഭക്ഷണ പദ്ധതിയുണ്ട്. അത് സെപ്റ്റംബർ മുതൽ വിപുലീകരിക്കാൻ കൂടുതൽ കുട്ടികൾക്ക് കൊടുക്കുന്നതും ആലോചിക്കുന്നു. അപ്പോൾ നിങ്ങൾ എല്ലാവരും കേട്ടല്ലോ അല്ലേ? കേരളത്ത് നമ്മുടെ ബിരിയാണി വെട്ടിക്കുറച്ചപ്പോൾ തമിഴ്നാട് നമ്മുടെ വിജയ് അത് വീണ്ടും കൊച്ചുങ്ങൾക്ക് ചിക്കൻ ബിരിയാണിയുമായിട്ടാണ്. ആഴ്ചയിൽ ഒരു ദിവസമാണ്. എന്തായാലും നമ്മുടെ കേരളത്തിൽ ഖജനാവ് കാലിയായിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയദർശിനി വന്നതോടെയാണ് ഖജനാവ് കാലിയായെന്നാണ് പറച്ചിൽ. എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം. കുട്ടികളുടെ അന്നദാനത്തിൽ ഒരു തീരുമാനമായി എന്ന് തന്നെ നമുക്ക് ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ ഇതുപോലെ വീഴ്ചകൾ കേരളത്ത് ഭരണം മാറിയതോടെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അവസ്ഥയെന്നൊന്നും അറിയില്ല. നമ്മൾ ഭരണം തുടങ്ങുന്നതിന് മുന്നേ അത് തരാം ഇത് തരാം അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ ഭരണം വന്നെങ്കിലും ഇപ്പോൾ അതെല്ലാം ഓരോന്നായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വരും ദിവസങ്ങളിൽ തന്നെ അത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. എന്തായാലും തമിഴ്നാട്ടിലെ വിജയ് വന്നതോടെ, നമ്മുടെ മുഖ്യമന്ത്രിയായി വിജയ് വന്നതോടെ തമിഴ്നാട്ടിൽ എന്തായാലും ഭയങ്കര ഗംഭീരം തന്നെയാണ് ഭരണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ വിജയ് കയറിയപ്പം തന്നെ, നമ്മുടെ ഭരണത്തിൽ കയറിയപ്പം തന്നെ ഖജനാവ് കാലിയാക്കി വെച്ചിട്ട് പോയെന്നാണ് വിജയുടെ ആ സത്യപ്രതിജ്ഞയിലെ ആ ഒരു പ്രസംഗത്തിൽ കൂടി നമുക്ക് മനസ്സിലായത്. പക്ഷേ എന്നാലും വിജയ് അവിടെ വൻ വിജയത്തിൽ കൂടി തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരുപാട് സന്തോഷം. വിജയ് തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രിയായി വന്നിട്ട് കൊച്ചുങ്ങൾക്ക് അന്നദാനമായാലും സ്ത്രീ സുരക്ഷയായാലും മറ്റെന്ത് കാര്യങ്ങളായാലും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സന്തോഷം. അതുപോലെ കേരളത്തിലെ ഭരണം സൂപ്പറാകട്ടെ എന്നുള്ളൊരിതോടെ ആശംസകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നതായിരിക്കും.
അപ്പോൾ ഓക്കെ, ഇത്രയൊക്കെയുള്ളൂ. നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിച്ച്, ചാനൽ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബും കൂടെ ചെയ്യുക. കമൻറ്റ് ഇടാൻ മറക്കല്ലേ കേട്ടോ. നമ്മുടെ ഭരണം എങ്ങനെയാണ്, സൂപ്പറാണോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓക്കെ, ബൈ, അടുത്തൊരു വീഡിയോയിൽ കാണാം.